തകർന്നടിഞ്ഞ ത്രിപുരയിൽ CPM-ന്റെ കച്ചിത്തുരുമ്പ് ഇപ്പോഴും മാണിക് സർക്കാരിന്റെ കാലത്തെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. 20 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരുന്ന മാണിക് സർക്കാർ പുതുതലമുറയ്ക്കായി പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതും രാഷ്ട്രീയ രംഗത്തെ അനുകരണീയ മാതൃകയായാണ് വിലയിരുത്തപ്പെടുന്നത്. 19-ാം വയസ്സിൽ പാർട്ടി അംഗത്വം, 31-ാം വയസ്സിൽ അഗർത്തല നിയോജക മണ്ഡലത്തിൽ നിന്നും MLA, 49-ാം വയസ്സിൽ ത്രിപുര മുഖ്യമന്ത്രി. മണിക് ദ എന്ന് സഹപ്രവർത്തകർ വിളിക്കുന്ന മണിക് സർക്കാരിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏടുകൾ. ഇതിനിടയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായി മണിക് സർക്കാർ. തുടർച്ചയായി 4 തവണ ത്രിപുരയെ ചുവപ്പണിയിച്ച് മണിക് സർക്കാർ 2018-ൽ പ്രതിപക്ഷ നേതാവായി. ആയിരത്തി 1998-ൽ ആദ്യമായി മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ത്രിപുര ബംഗ്ലാദേശികൾക്കും ഗോത്രവർഗക്കാർക്കുമിടയിൽ കീറി മുറിക്കപ്പെട്ട നിലയിലായിരുന്നു. അക്രമങ്ങൾ പതിവായ സംസ്ഥാനത്ത് ക്രമസമാധാന നില സാധാരണ നിലയിലാക്കാൻ മണിക് സർക്കാരിന്റെ നേതൃപാടവം കൊണ്ട് സാധിച്ചു. CPM-ന്റെ വോട്ട് ബാങ്ക് രൂപപ്പെട്ടതും മണിക്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുറപ്പിക്കാൻ മണിക് സർക്കാരിന് സാധിച്ചു. എന്നാൽ അസംതൃപ്തി പലതരത്തിലും ഉരുണ്ടുകൂടുന്നത് പലപ്പോഴായി പുറത്തുവന്നു. ഈ എതിർപ്പുകളുടെ ആകത്തുകയാണ് 2018-ൽ CPM-നെ അധികാരഭ്രഷ്ടരാക്കിയത്. തോൽവിക്കിടയിലും മണിക് സർക്കാർ എന്ന ജനകീയ കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതശൈലി എതിരാളികൾക്ക് പോലും നിഷേധിക്കാനാകാത്തതാണ്. മണിക് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനകീയ കമ്മ്യൂണിസ്റ്റിന്റെ വ്യക്തിപ്രഭാവത്തിന് ലഭിക്കുന്ന പിന്തുണ നിർണായകമാകും. അതേസമയം എന്തുകൊണ്ട് BJPക്ക് മുന്നിൽ CPM തന്ത്രങ്ങൾ പാളിയെന്നതിന് മറുപടി കൂടി കണ്ടെത്തിയാലേ CPM-ന് ത്രിപുരയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ. ഇലക്ഷൻ ഡെസ്കിൽ നിന്നും നിതിൻ തോമസ്, മീഡിയ 1.